സോ ഡാർവിൻ്റെ ഒബ്സർവേഷന് ശേഷം പിന്നീട് ആൽഫ്രഡ് വാലേസ് എന്ന് പറഞ്ഞ വേറൊരു നാച്ചുറലിസ്റ്റാണ് ആൽഫ്രഡ് വാലേസ്. അദ്ദേഹവും ഇതുപോലെ ഡാർവിന് കിട്ടിയ അതേപോലത്തെ ഒബ്സർവേഷൻ അദ്ദേഹത്തിനും കിട്ടിയിരുന്നു. സോ ആൽഫ്രഡ് വാലേസ് ഒരു നാച്ചുറലിസ്റ്റാണ്. അദ്ദേഹം വർക്ക്ഡ് ഇൻ മലയ് ആർക്കിപ്പെലഗോ. സോ മലയ് ആർക്കിപ്പെലഗോയിൽ വർക്ക് ചെയ്ത് അദ്ദേഹം ഒരുപാട് ഡാർവിന് കിട്ടിയ പോലത്തെ സെയിം ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് അദ്ദേഹത്തിനും കിട്ടി. സിമിലർ കൺക്ലൂഷൻസ് അറൗണ്ട് ദ സെയിം ടൈം. ഡാർവിൻ കണ്ടുപിടിച്ച അതേ സമയത്ത് തന്നെ ആൽഫ്രഡ് വാലേസും ഇതുപോലത്തെ കണ്ടുപിടുത്തങ്ങൾ. അദ്ദേഹം ഈ പറഞ്ഞ നാച്ചുറൽ ഫ്ലോറ ആൻഡ് ഫോണ, നമ്മുടെ സൗത്ത് അമേരിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ അവിടെയുള്ള ഫ്ലോറ ആൻഡ് ഫോണയെ കുറിച്ച് പഠിച്ച് സിമിലർ ഐഡിയ ഓഫ് ഇവല്യൂഷൻ അദ്ദേഹത്തിനും ഡാർവിൻ്റെ പോലെ കിട്ടിയിരുന്നു. അതിനുശേഷം ഡാർവിൻ എന്ത് ചെയ്തു? ഡാർവിൻ അദ്ദേഹത്തിൻ്റെ വർക്ക് ഒരു 8 monthsന് ശേഷം, ഈ 5 വർഷം കഴിഞ്ഞിട്ട് 8 monthsന് ശേഷം ഒരു സിംഗിൾ ബുക്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് പബ്ലിഷ് ചെയ്തു. സോ അദ്ദേഹത്തിൻ്റെ ബുക്കായിരുന്നു ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. സോ നാച്ചുറൽ സെലക്ഷൻ വഴി എങ്ങനെയാണ് ഒരു സ്പീഷീസ് ഫോം ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു 19th century ഈ ബുക്ക്. അതുവരെയുള്ള ആ സ്പെഷ്യൽ തിയറി ഓഫ് ക്രിയേഷൻകാരുടെ ആ ഐഡിയകളെയൊക്കെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഡാർവിൻ്റെ ഈ ഒരു പബ്ലിക്കേഷൻസ് ആൻഡ് ഒബ്സർവേഷൻസ്. പിന്നീടുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ ഫൈൻഡിങ്സുകളൊക്കെ കൺക്ലൂഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം എന്താണ് അവസാനം പറഞ്ഞു വന്നത്. സോ അദ്ദേഹത്തിൻ്റെ വ്യൂ പ്രകാരം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, ഈ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ ഇവല്യൂഷനെ കുറിച്ചുള്ള ടോട്ടൽ ഐഡിയ ഈ പറഞ്ഞ ഡാർവിൻ്റെയും അതുപോലെ ആൽഫ്രഡ് വാലേസിൻ്റെയും കൂടിയിട്ട് രണ്ടുപേരുടെയും ഐഡിയയും സെയിം ആയിരുന്നു. അങ്ങനെ വന്ന കുറച്ച് ഐഡിയ ഓഫ് ഇവല്യൂഷൻ അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ഇവല്യൂഷൻ നാച്ചുറൽ സെലക്ഷനാന്ന് പറഞ്ഞു. അവിടെ പറയുന്ന കുറച്ച് പോയിന്റുകളാണ്. ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, കാലഘട്ടങ്ങൾക്കനുസരിച്ച് എന്തായാലും ന്യൂ ടൈപ്സ് ഓഫ് ഓർഗാനിസം റെക്കഗ്നൈസ്, പുതിയ ഓർഗാനിസംസ് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ലിവിങ് ഓർഗാനിസം തമ്മിൽ കോമൺ ഒറിജിൻ ഉണ്ട്. സോ ന്യൂ ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഓൾ ദ എക്സിസ്റ്റിംഗ് ലൈഫ് ഫോംസ്, ഇപ്പോൾ നിലവിലുള്ള എല്ലാ ലൈഫ് ഫോംസും കോമൺ അല്ലെങ്കിൽ ഷെയർ സിമിലാരിറ്റീസ് തമ്മിലുണ്ട്. അതുപോലെ അവർക്കൊരു കോമൺ ആൻസസ്റ്റർ ഉണ്ട്. സോ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഒരു കോമൺ ഒറിജിൻ ഉണ്ട്, അല്ലെങ്കിൽ ആ എക്സിസ്റ്റിംഗ് ലൈഫ് ഫോംസിനും ഒരു കോമൺ സിമിലാരിറ്റീസ് ഉണ്ട്. തമ്മിലും അതുപോലെ മുമ്പ് ഉണ്ടായിരുന്ന ലിവിങ് ഫോംസുമായിട്ടും സിമിലാരിറ്റി ഉണ്ട്. ഇവർക്കൊക്കെ എല്ലാം ഒരു കോമൺ ആൻസസ്റ്ററും ഉണ്ടെന്ന് പറഞ്ഞു. സോ കോമൺ ആൻസസ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ദീസ് ആൻസസ്റ്റേഴ്സ് വെർ പ്രസൻറ്റ്, ഈ പറഞ്ഞ അവരുടെ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഡിഫറെൻറ്റ് പീരീഡ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് എർത്ത്. ഈ എർത്തിൻ്റെ ഡിഫറെൻറ്റ് പീരീഡുകളിലാണ് ഈ പല ആൻസസ്റ്റേഴ്സും ജീവിച്ചിരുന്നത്. ആ പീരീഡുകളാണ് പറയുന്നത് എപ്പോക്ക്, പീരീഡ്സ് ആൻഡ് ഇറ. സോ ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ ആണ് ഈ പറഞ്ഞ 4 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ജിയോളജിക്കൽ ടൈം സ്കെയിൽ. ആ ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ 4 ഡിവിഷൻസ് ആണ് ഇറ എന്ന് പറയുന്നത്. ആ ഇറേനെ വീണ്ടും ഡിവൈഡ് ചെയ്തതാണ് പീരീഡ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്തതാണ് എപ്പോക്സ്. സോ ഈ ഡിഫറെൻറ്റ് പീരീഡ്സ് ഓഫ് ഹിസ്റ്ററി ഓഫ് എർത്തിൽ പല ആൻസസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. ഈ ആൻസസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ കാണുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിവിങ് ഫോംസിൻ്റെ ഒരുപാട് സിമിലാരിറ്റീസ് ഷെയർ ചെയ്യുന്നു. അതായത് ഇപ്പോഴുള്ള എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ട് എന്നർത്ഥം. സോ പിന്നീട് പറയുന്നത് എന്താണ്? ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്. ഈ എർത്തിൻ്റെ ജിയോളജിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ദി ആർ ക്ലോസ്ലി കോറിലേറ്റഡ് വിത്ത് ബയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്. ജിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരുപാട് ബയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്തുമായിട്ട് കോറിലേഷൻ ഉള്ളതാണ്. സോ ഡാർവിൻ്റെ കണ്ടുപിടുത്തത്തിൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഒരു കോമൺ ഒറിജിൻ ഉണ്ട്. പുതിയ ഓർഗാനിസം വരും കാലങ്ങളിൽ ഒരുപാട് റെക്കഗ്നൈസ് ആവാൻ തുടങ്ങി. എല്ലാ ലിവിങ് ഓർഗാനിസവും ഇപ്പോൾ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. മുമ്പ് എക്സ്റ്റിൻറ്റ് ആയിട്ടുള്ള ഓർഗാനിസവുമായിട്ടും സിമിലാരിറ്റി ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഉള്ള ഓർഗാനിസം, എക്സിസ്റ്റ് ആയ ഓർഗാനിസം എല്ലാവർക്കും കോമൺ ആൻസസ്റ്റേഴ്സ് ഉണ്ട്. ഈ കോമൺ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഹിസ്റ്ററി ഓഫ് എർത്തിൻ്റെ പല കാലയളവിൽ, അതായത് ഇറ, പീരീഡ്, എപ്പോക്ക്, ഈ പറഞ്ഞ ഡിഫറെൻറ്റ് 4 ഡിവിഷൻസാണ് ഇറ. പിന്നെ ഡിവൈഡ് ചെയ്തത് അതിൻ്റെ പീരീഡ് വീണ്ടും ഡിവൈഡ് ചെയ്തതാണ് എപ്പോക്സ്. ഈ ഡിഫറെൻറ്റ് കാലയളവുകളിലാണ് ഈ പറഞ്ഞ ആൻസസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് സ്പീഷീസുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ്. സ്പീഷീസ് ചേഞ്ച് ചെയ്യാത്ത ഒരു
ഇതാണെന്നാണ് പറഞ്ഞപ്പെട്ടിരുന്നത്. പക്ഷേ സ്പീഷീസ് ചേഞ്ചബിൾ ആണ്, സ്പീഷീസിന് ചേഞ്ചസ് വരാം. ഈ സ്പീഷീസിൽ ഉണ്ടാകുന്ന സ്മോൾ ചേഞ്ചസ്, ഓരോ സ്പീഷീസിൽ ഉണ്ടാകുന്ന സ്മോൾ ചേഞ്ചസ് എക്യുമുലേറ്റ് ചെയ്തിട്ട് ജനറേഷൻ ടു ജനറേഷൻ സ്പീഷീസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എക്യുമുലേറ്റ് ചെയ്ത് ഗ്രാജ്വലി ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അതാണ് ഇവല്യൂഷൻ. എങ്ങനെയാണ് സ്പീഷീസ് ഫോർമേഷൻ എന്നുള്ളത് ഡാർവിന് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റി. സോ സ്പീഷീസിലുണ്ടാവുന്ന സ്മോൾ ചേഞ്ചസ് എക്യുമുലേറ്റഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ കഴിഞ്ഞിട്ട് ഗ്രാജ്വലി കുറേ വർഷം കഴിയുമ്പോൾ എന്താ ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറുന്നു. സോ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മുടെ എർത്തിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയുടെ ഒരു കാലണ്ടർ, എർത്ത് ഉണ്ടായ കാലം തൊട്ട്. സോ ടോട്ടൽ ലൈഫ് സ്പാൻ എർത്തിൻ്റെ ഇതുവരെയുള്ള കാലയളവ് നോക്കി കഴിഞ്ഞാൽ എർത്ത് എന്നാണോ ഒറിജിനേറ്റ് ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ആ കാലയളവിനാണ് നമ്മൾ പറയുന്നത് ജിയോളജിക്കൽ ടൈം എന്ന് പറയുന്നത്. ഈ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി നമുക്കൊരു കാലണ്ടറായിട്ട് നോക്കുകയാണെങ്കിൽ അതാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിവൈഡ് ചെയ്ത് 4 ഇറയാക്കിയിട്ടുണ്ട്, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് പീരീഡുകളാക്കി മാറ്റിയിട്ടുണ്ട്, വീണ്ടും ഡിവൈഡ് ചെയ്ത് എപ്പോക്കളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്തിൻ്റെ ജിയോളജിക്കൽ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതും ബയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്തുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എർത്ത് എന്ന് പറയുന്നത് വളരെയധികം പഴക്കമുള്ളതാണ്. വെറും ഓൾഡ് അല്ല, ഒരു തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അല്ല, ബില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുള്ളതാണ് എർത്ത്.